101 കറികൾക്ക് തുല്യമാണ് ഈ ഒരു കറി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട തൈര് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള തൈര് തന്നെ അരിപ്പയിൽ ഒഴിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കട്ട തൈര് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും ഇതുപോലെ കുറച്ച് വലിയ പീസ് ഇഞ്ചിയും, ഇഞ്ചിയുടെ ഫ്ലേവറാണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും, പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളി കൂടുതലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. നമുക്കിത് തൊട്ട് കൂട്ടാനുള്ള ഒരു കറിയാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഉടച്ച് വെച്ചിട്ടുള്ള തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈര് റെഡിയായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ.